നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഗോവയിലാണ്. ഗോവയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ അഴുകാത്ത ഭൗതിക ശരീരത്തിൻ്റെ ആ ഒരു പൊതുവണക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 18ാം തവണയാണ് ഇത്തരത്തിലുള്ള ഒരു പൊതുവണക്കം ഗോവയിലെ സേ കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനലക്ഷങ്ങളാണ് ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സേ കത്തീഡ്രൽ ദേവാലയത്തിനും ഒപ്പം തന്നെ ബോം ജീസസ് ദേവാലയത്തിനും നടുവിലുള്ള ആ ഒരു റോട്ടിലാണ്. ഈ ബോം ജീസസ് ദേവാലയത്തിലാണ് വിശുദ്ധൻ്റെ ആ ഒരു അഴുകാത്ത ഭൗതിക ശരീരം സൂക്ഷിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ 10 വർഷം കൂടുമ്പോഴാണ് ഈ ബോം ജീസസ് ദേവാലയത്തിൽ നിന്നും വിശുദ്ധൻ്റെ ഭൗതിക ശരീരം സേ കത്തീഡ്രലിലേക്ക് പൊതു വണക്കത്തിനായിട്ട് കൊണ്ടുവരുന്നത്. ഈ വിശുദ്ധൻ്റെ ആ ഒരു മാധ്യസ്ഥം തേടി ജനലക്ഷങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഷെക്കീന ന്യൂസിന് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത്ഭുതകരമായിട്ടുള്ള ചില കാഴ്ചകളാണ്. ആ കാഴ്ചകളിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഗോവയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെ ഭൗതിക ശരീരം വണങ്ങുന്നതിനായി എറണാകുളം വൈറ്റിലിൽ നിന്നെത്തിയ ഒരു കുടുംബമാണ് നമ്മോടൊപ്പം ഉള്ളത്. ഫസ്റ്റ് ടൈം ആണോ ഇവിടെ ഫസ്റ്റ് ടൈം വരുന്നത്? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഞങ്ങൾ ഒത്തിരി വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണിത്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു പുണ്യാളുടെ ഒരു അനുഗ്രഹം എന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെ ഒരു ഒക്കേഷൻ ഞങ്ങൾക്ക് കിട്ടിയാണ് ഇത്. ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ് എല്ലാവരും വൈറ്റിൽ നിന്ന് ഞങ്ങൾ ഇന്നലെ പോകുന്നതാണ്. വളരെ നല്ല അനുഭവമായിരുന്നു ഞങ്ങൾക്ക്, നല്ലൊരു ആത്മീയ അനുഭവം എന്ന് പറയാം. തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധൻ്റെ ഒരു ശരീരം ഈ അഴുകാതെ നിൽക്കുന്നത് അത് വലിയൊരു അത്ഭുതം തന്നെ. ഭയങ്കര അത്ഭുതം തന്നെ. ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ, പക്ഷെ അന്നെല്ലാം ആ പഴയ ചർച്ചിന് മുകളിലായിരുന്നു. ആദ്യമായിട്ട് അടുത്ത് നേരിട്ട് കാണാൻ പറ്റി. അതൊരു ഭയങ്കര അനുഗ്രഹമാണ്. ഒരു 10 വർഷം മുമ്പോട്ട് പറയുമായിരുന്നു കാണണം എന്ന്. ഇപ്പോൾ വരാൻ പറ്റി, സാധിച്ചൊരു സന്തോഷം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയില്ലേ? ഇതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിത് 2ാമത്തെ തവണയാണ് വന്ന് കാണുന്നത്. 94ലാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ വന്നത് 2024ലാണ്. വളരെ മഹത്വപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ദൈവകൃപയിൽ നടക്കുന്നത്. ഒരു ഭാഗത്തിന് പോലും ഒന്നും പറ്റാത്ത രീതിയിൽ നമ്മൾ കണ്ടു വിശ്വസിക്കുന്നതിൽ ഏറ്റവും വലിയ ഉദാത്തമായൊരു കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. ആത്മസംതൃപ്തിയോടെയാണ് ഞങ്ങൾ മടങ്ങി പോകുന്നത്. വളരെ ഞങ്ങളുടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. എൻ്റെ കൂടെ ഞങ്ങളുടെ പള്ളിയിലെ കപ്പിയരും കൂടിയാണ് ഒരുമിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സിന് നാമകരണമുള്ള പള്ളിയാണ്. ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ആഴ്ചയായിട്ടുള്ളൂ. ഞാനതിൻ്റെ ജനറൽ കൺവീനർ കൂടിയായിരുന്നു. അന്ന് തൊട്ട് ഇങ്ങോട്ട് വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നിറവേറി. ഏറ്റവും സ്നേഹത്തോടെ ഷെയ്ക്കാൻ്റെ ന്യൂസിനോടും പ്രത്യേകം താല്പര്യം അറിയിക്കും. തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യമാണ്. ഞാൻ 2016ലാണ് ഇതിന് മുന്ന് വന്നത്. അന്ന് ഭൗതിക ശരീരം കാണാൻ സാധിച്ചില്ല. അതിൻ്റെ ഒരു നിരാശയില്ലായിരുന്നു. അപ്പോൾ ഇറക്കിയിട്ടുള്ള സമയമായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ തിരുനാൾ 205ാമത്തെ തിരുനാളായിരുന്നു കഴിഞ്ഞ മാസം 24-ാം തീയതി കഴിഞ്ഞത്. അപ്പോൾ കഴിഞ്ഞൊരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങളുടെ തിരുനാളിൻ്റെ ജനറൽ കൺവീനറും അവിടുത്തെ ദേവാലയ ശുശ്രൂഷയായി ഞാനും തിടുക്കത്തിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഓടി വരികയായിരുന്നു. ഞങ്ങൾ വളരെ സന്തോഷമായി. ഞങ്ങളൊരു പ്രാവശ്യം കണ്ടു, വീണ്ടും വരുന്ന ഒരു പ്രാവശ്യം കൂടി കണ്ട് പുണ്യാളനെ കണ്ട് ആ ദൈവശരീരം വണങ്ങിയിട്ട് ഞങ്ങൾ സന്തോഷത്തോടെയാണ് അവിടുന്ന് പോകുന്നത്. ഗോവയിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നിരവധി മലയാളികളെ കണ്ടുമുട്ടാൻ സാധിച്ചു. ഒരു ജിസ്യൂത്താണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സലേഷിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചറിയാം. സലേഷ്, നമുക്കറിയാം ജിസ്യൂത്ത് ഒരു മിഷണറി സംഘടന തന്നെയാണ്, ഒരു മിഷണറി വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ. അപ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെത്തും? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജിസ്യൂത്താണ്. അപ്പം ഇവിടെ വരാനൊരു മിഷണറി തീഷ്ണതയിലാണ് ഞാൻ വന്നത്. എൻ്റെ ഫാമിലിയും കൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എനിക്കിവിടെ വന്നപ്പോൾ കിട്ടിയൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രാൻസിസ് സേവിയറിനെ പോലെ തീഷ്ണതയിൽ കർത്താവിന് വേണ്ടി മരിക്കാനായി കടലുകൾ കടന്നുകൊണ്ട് എത്തിയ ആ തീഷ്ണതയാണ്. അപ്പം ആ തീഷ്ണത കർത്താവ് എന്നിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ ലോകത്തിലെ മൊത്തം ക്രിസ്ത്യാനികൾക്ക് നൽകണമെന്ന് ഈ പുതിയ ജൂബിലി വർഷത്തിൽ ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവരെയും ഞാനിവിടെ വന്ന് ഈ ഒരു അനുഭവം, ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മോടൊപ്പം ഉള്ളത് ഈ ഒരു എക്സ്പോസിഷൻ കമ്മിറ്റിയുടെ കൺവീനറായ ഫാദർ ഹെൻറിയാണ്. നമുക്ക് ഫാദറിൽ നിന്നും ഈ ഒരു ചടങ്ങിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് ഫാദർ, ഹാർട്ടി വെൽക്കം. Lots of people from different parts of world are visiting the Basilica and Cathedral here. So what you feel now? Also, can you share the importance of the intercession of Saint Francis Xavier in the life of the Goan people? For the people of Goa, Saint Francis Xavier is a part of our life.
is a part of our faith journey. Everyone who's born in Goa, we can feel that St. Francis Xavier is ours. And that feeling is, in a way, comes alive every 10 years. Also, the relics of the St. Francis Xavier is usually kept in the Bom Jesus Basilica there, and for the veneration, it is taken to the Say Cathedral. Is there any tradition behind that? Yeah, this is more a tradition. There are no hard and fast rules. It is also for the sake of allowing people to venerate in a nice way, because the masses are held at the basilica. We also need a huge space. You cannot hold masses inside. So the pendal for masses is outside at the basilica. So the veneration happens at the cathedral because there's a big number of pilgrims. So you also need space. So that is a tradition that we are continuing, and it is going on well. We don't think there's a need to change it, unnecessary. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഒരു സ്പെഷ്യൽ അതിഥിയാണ്. സിസിലി അമ്മച്ചിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അമ്മച്ചിയുടെ ഒരു പ്രായാധികം ഒന്നും നോക്കാതെ ഈ വീൽ ചെയറിൽ ഗോവയിലെത്തിയിരിക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെ അഴുകാത്ത ഭൗതിക ശരീരം കാണുന്നതിനും വിശുദ്ധൻ്റെ ഒരു മാധ്യസ്ഥം തേടുന്നതിനും നമുക്ക് അമ്മച്ചിയോട് തന്നെ ചോദിച്ചറിയാം. ഈ ശാരീരിക ആവശ്യതകളൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഇവിടെ എത്താൻ അമ്മച്ചിയെ പ്രേരിപ്പിച്ച ആ ഒരു വികാരം എന്താണെന്ന് നമുക്ക് അമ്മച്ചിയോട് ചോദിക്കാം. അമ്മച്ചി, ഒരു വയ്യാത്തൊരു അവസ്ഥയിൽ ഇപ്പോൾ ഗോവയിലെത്തിയിരിക്കുക അല്ലേ? എന്ത് തോന്നുന്നു? ഇവിടെ ഫ്രാൻസിസ് സേവിയറുടെ ആ ഭൗതിക ശരീരം കണ്ടോ? പൊതുവണക്കത്തിന് പങ്കെടുക്കാൻ സാധിച്ചു. അപ്പം ഈ ഒരു ശാരീരികമായിട്ട് വയ്യാത്തൊരു അവസ്ഥയിലും അമ്മച്ചി ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ച ഒരു ചിന്ത എന്താണ്? ഒരു ഫ്രണ്ട് പറഞ്ഞ് നമ്മൾ പോകണം, നിങ്ങൾക്ക് വരാണെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആന്ന് പറഞ്ഞു. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെ മാധ്യസ്ഥം തേടിയോ? പ്രാർത്ഥിച്ചോ അവിടെ? ഓക്കെ. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെ മധ്യസ്ഥമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കാമോ? പക്ഷേ ഭയങ്കര വിഷമത്തിലാണ് ഒരു അനുഭവം. അത് സാധിച്ചു കിട്ടിയാൽ ഓക്കെ. അതിനു വേണ്ടി ഞങ്ങൾ 95% വന്നത് തന്നെ. അപ്പം ഈ ഒരു വീൽ ചെയറിലൊക്കെ വരാമെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. എത്രയും ദൂരെ യാത്ര ചെയ്തല്ലേ? അപ്പം പ്ലെയിനിൽ വന്ന രാത്രി പിന്നെ ഇവിടെ താമസിച്ച് കാലിന് കുറച്ച് വേദന എടുക്കണേ. വേദനയൊന്നും വകവയ്ക്കാതെ തന്നെ വിശുദ്ധനെ കാണാൻ വേണ്ടിയിട്ട് വന്നു അല്ലേ? ചെറുപ്പം മുതൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെ മാധ്യസ്ഥമൊക്കെ തേടാറുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ടോ? ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധനല്ലേ? സിസിലി അമ്മച്ചിയുടെ ആ ഒരു വിശേഷങ്ങൾ നാം കേട്ടു. എത്രത്തോളം തീക്ഷ്ണതയോടുകൂടി തന്നെയാണ് ഈ അമ്മച്ചി വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെ മധ്യസ്ഥം തേടാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ വീൽ ചെയറിൽ ആയിരുന്ന ഒരു അവസ്ഥയിൽ പോലും അമ്മച്ചി ഇവിടെ എത്തിയിരിക്കുന്നു. അമ്മച്ചിയെ കൂട്ടിക്കൊണ്ടു വന്ന റോസ്മേരി മേഡം അമ്മച്ചിയുടെ മകളാണ്. ശരിക്കും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അമ്മച്ചിയുടെ ഒരു ആഗ്രഹത്തെ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചിയോടൊപ്പം തന്നെ അമ്മച്ചിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ ഗോവയിലെത്തിയിരിക്കുകയാണ്. നമുക്ക് മേഡത്തോട് തന്നെ ചോദിച്ചറിയാം. അമ്മച്ചി വളരെയധികം ഒരു തീക്ഷ്ണത തന്നെയാണല്ലേ? ഇപ്പോൾ അമ്മയ്ക്ക് 88 ഇയേഴ്സ് ആയി. അപ്പോൾ ഇത് 10 വർഷത്തിലൊരിക്കലല്ലേ നടക്കണ സംഭവം. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഇനി അടുത്ത പ്രാവശ്യം ജീവിച്ചിരിക്കുക, എൻ്റെ കാലം കഴിഞ്ഞു പോയാല. അത് കാരണം ഞങ്ങളിപ്പോൾ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ കൂടെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ട്രൈ ചെയ്തു ഇവിടെ വരാൻ. പരിശുദ്ധ കുർബാനയ്ക്കും പരിശുദ്ധ കുമ്പസാരത്തിനും ഈ ഒരു തീർത്ഥാടനം വളരെ വലിയൊരു പ്രാധാന്യം തന്നെയാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ നാം കണ്ടതുപോലെ ആ പരിശുദ്ധ കുർബാനയ്ക്കായി ഒരുക്കിയിരിക്കുന്ന ആ വലിയൊരു വേദി, ആയിരങ്ങൾക്ക് ഒരേ സമയം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള ഒരു അവസരം ഈ ഒരു തീർത്ഥാടനം നൽകുന്നുണ്ട്. നാം ഇപ്പോൾ ആയിരിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെ ഭൗതിക ശരീരത്തിൻ്റെ പൊതുവണക്കവുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിരിക്കുന്ന കുമ്പസാരക്കൂടുകൾക്ക് മുന്നിലാണ്. നമുക്കറിയാം, ഏതൊരു തീർത്ഥാടനത്തിൻ്റെയും ഏതൊരു ആത്മീയ ശുശ്രൂഷയുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മാക്കളെ നിത്യജീവനിലേക്ക് അടുപ്പിക്കുക എന്നത് തന്നെയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെ മധ്യസ്ഥം തേടാൻ ഇവിടെ ഓടിയെത്തുന്നവർക്ക് പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കുവാനുള്ള എല്ലാ അവസരവും ഇവിടെ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. അതിനായി ഒരുക്കിയിരിക്കുന്ന ആ ഒരു സൗകര്യം, കുമ്പസാരത്തിനായി ഒരുക്കിയിരിക്കുന്ന ആ ഒരു പന്തൽ വളരെ ഒരു യുണീക്കാണ്, വളരെയധികം വ്യത്യസ്തമാണ്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഓടിയെത്തുന്ന ഗോവയിലെ ഒരു തീർത്ഥാടന വേദിയിൽ തീർത്ഥാടകർക്കായി
പരിശുദ്ധ കുമ്പസാരം സ്വീകരിക്കുവാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്ന ആ ഒരു പന്തലിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മനോഹരമായിട്ടുള്ള കുമ്പസാരക്കൂടുകൾ, നിരവധി വിശ്വാസികൾക്ക് ഒരേ സമയം പരിശുദ്ധ കുമ്പസാരം എന്ന കുദാശ സ്വീകരിക്കുവാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിരിക്കുന്നു. തീർച്ചയായും വിശുദ്ധൻ്റെ മാധ്യസ്ഥത്തിലൂടെ നിത്യജീവനിലേക്ക്, കർത്താവിലേക്ക് വിശ്വാസി സമൂഹത്തെ ആനയിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പരിശുദ്ധ കുമ്പസാരത്തിനും ഒപ്പം തന്നെ പരിശുദ്ധ കുർബാനയ്ക്കുമുള്ള എല്ലാ അവസരങ്ങളും മനോഹരമായിട്ടും ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട സംഘാടകർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നിരവധി വിശ്വാസികൾക്ക് ഒരേ സമയം കുമ്പസാരിക്കുവാനുള്ള ഒരു അവസരം രാവിലെ 5:30 മുതൽ തന്നെ കുമ്പസാരം എന്ന ആ ഒരു കുദാശ സ്വീകരിക്കുവാനുള്ള ആ ഒരു അവസരം ആരംഭിക്കും. അത് വൈകുന്നേരം വരെ തുടർച്ചയായി കുമ്പസാരം എന്ന കുദാശ സ്വീകരിക്കുവാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ നിരവധി വൈദികരുടെ ഒരു സേവനം ഈ കുമ്പസാരം എന്ന കുദാശയുമായി ബന്ധപ്പെട്ട് ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ കടന്നു വരുന്നവർക്ക് ആത്മീയമായിട്ടുള്ള അനുഭവം സമ്മാനിക്കുവാൻ, ആത്മീയമായിട്ടുള്ള അനുഭവങ്ങൾ നേടിയെടുക്കുവാൻ, നിത്യജീവനിലേക്ക് വഴി നടക്കുവാനുള്ള എല്ലാ അവസരവും ഇവിടെ സംഘാടകർ ഒരുക്കിയിരിക്കുന്നു എന്നത് വളരെയധികം ശ്രദ്ധേയം തന്നെയാണ്. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് ഓൾഗർ മേഡമാണ് ഇവിടുത്തെ കുമ്പസാരവുമായി ബന്ധപ്പെട്ട ആ ഒരു ക്രമീകരണങ്ങളുടെ ഒരു ചുമതല വഹിക്കുന്നത്. മേഡത്തെ സഹായിക്കുവാൻ ഡീക്കന്മാരുണ്ട്, ബ്രദർമാരുണ്ട്. നമുക്ക് മേഡത്തിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം, വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഈ കുമ്പസാര പന്തൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. കുമ്പസാരത്തിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ്, അതിൻ്റെ ഒരു സമയക്രമീകരണം നമുക്കൊന്ന് ചോദിച്ചറിയാം. ഹായ് മാഡം, എ ഗുഡ് ഫെസിലിറ്റി ഹാസ് ബീൻ അറേഞ്ച്ഡ് ഫോർ ദി പിൽഗ്രിംസ് അറൗണ്ട് ദി വേൾഡ് ഫോർ ദി sacrament of confession. Can you share with our audience the arrangements made for the confession, the timings, and also in which all languages the sacrament of confession is available? Yes, this arrangement is made very beautifully. Everybody appreciates it, and according to their convenience, it is easier for them to just come and attend confess their confessions, because they have to go all the places, and then they are in hurry with children and all. So they are very happy that it is that the process goes very faster, and like there are many languages also. There are priests coming from some priests who come with their group for the mass, so they also come and sit for the confession because they are different languages like Malayalam, Tamil Nadu, Hindi, Marathi. So we have all these languages also, and the people who come here are very happy that something different and arrangement is done very nicely. They appreciate the volunteers also. They are working very hard from morning to evening. Everyone is working very hard. So we thanks Saint Francis Xavier that he has given us the strength and that all the strength to do the whole day's work. So we are very happy for all this happening. All those who have misprepared all this for us, for everyone. Okay. The confession starts right from the morning itself, right? We start these confessions from 5:30 in the morning. From 5:30 to we have a break at 12. From 12 to 3 o'clock again we start from 3 to 6 o'clock. 3 to 6. So all the people who come here, and after 12 also, if there are people, the fathers sit. They don't move. They take the confessions, and then after that they move. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ അഴുകാത്ത ഭൗതിക ദേഹം കാണുന്നതിനും വണങ്ങുന്നതിനുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനേകർ ഇപ്പോൾ ഈ സേ കത്തീഡ്രൽ അങ്കണത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സംഘാടക മികവ് തന്നെയാണ്. ജനലക്ഷങ്ങളാണ് ഇവിടേക്ക് ഓരോ ദിവസവും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു തിരക്ക് പ്രത്യക്ഷത്തിൽ ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്ന ജനങ്ങൾക്ക് അതൊരു അനുഭവമാകാത്ത രീതിയിൽ, അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും വരാത്ത രീതിയിൽ വളരെ കൃത്യതയോടെയും അടുക്കും ചിട്ടയോടും കൂടി തന്നെയാണ് സംഘാടകർ ഇതിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ 2 വരികളായിട്ട് കൃത്യമായിട്ടും വളരെ മികച്ച സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കിക്കൊണ്ടാണ്, കർശനമായിട്ടുള്ള സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമാണ് തീർത്ഥാടകരെ പൊതുവണക്കത്തിനായി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ ഭൗതിക ദേഹം സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു മേഖലയിലേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടും നല്ല ഒരു പ്ലാനിങ്ങും ഒപ്പം തന്നെ കൃത്യതയോടുകൂടി തന്നെയുള്ള ഒരു ഒരുക്കങ്ങളും തീർത്ഥാടനത്തിനായിട്ട് ഈ സംഘാടകർ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പ്രത്യേകം പറയേണ്ടി വരും. ജനലക്ഷങ്ങൾ ഒഴുകിയെത്തിയാലും പക്ഷേ അതിൻ്റെ ഒരു ആൾക്കൂട്ടത്തിൻ്റെ തിരക്കോ അതിൻ്റെ ബുദ്ധിമുട്ടുകളോ ഒന്നും തീർത്ഥാടകർക്ക് അനുഭവമാകാത്ത രീതിയിൽ ആണ് കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. തീർത്ഥാടകർ ഇപ്പോൾ പൊതുവണക്കത്തിനായി
വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ ഭൗതികദേഹം സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു പ്രദേശത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ഫാമിലിയാണ് ഇപ്പോൾ ഗോവയിൽ നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് അവരുടെ ഒരു എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് ഈ ഒരു തീർത്ഥാടനത്തിൽ പങ്കെടുത്തപ്പോൾ അവർക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അവരിൽ നിന്നും ചോദിച്ചറിയാം. ആദ്യമായിട്ടാണോ ഈ ഒരു ഗോവയിലേക്ക് വരുന്നത്? ഗോവയിൽ ഈ പുണ്യാളൻ്റെ അടുത്തേക്ക് വരുന്നു ആദ്യമായിട്ട്. ഞങ്ങൾ യൂട്യൂബിൽ ഞങ്ങളുടെ ഷാലോമിൻ്റെ ഒരു അച്ഛൻ്റെ ഒരു ടോക്ക് കേട്ടു. അച്ഛൻ്റെ ടോക്ക് എന്ന് പറഞ്ഞാൽ ഒരു 20 മിനിറ്റ് ടോക്ക്. ഒരു CMI ഫാദറാണ്. അച്ഛൻ്റെ പറഞ്ഞിരിക്കുന്നത് മരിച്ചു പോയ ആൾക്കാരെ പോലും ജീവിപ്പിച്ചിട്ടുള്ള ഒരു പുണ്യാളനാണ് ഈ പുണ്യാളൻ. പുണ്യാളന്മാർ പല സെയിൻസും പലരുണ്ട്, അതിലൊരാളാണ് ഇവിടെ. അതുപോലെ ഒരു അത്ഭുതം കാണിച്ചത് 4 ദിവസം കഴിഞ്ഞിട്ട് ഒരു കുട്ടീനെ ഇവിടെ ഉയർത്തിയിരുന്നു. അതുപോലെ സിംഗപ്പൂര്. അങ്ങനെ ഈ സിംഗപ്പൂർ വെച്ച് മരിച്ചിരിക്കുന്നത്. ആ മരിച്ച് അവിടെ അടക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ചെളി വന്ന് നിറഞ്ഞിരിക്കുക. ആളുടെ ശരീരത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അങ്ങനെ അവർ പറഞ്ഞു ഇതിങ്ങനെ വെക്കുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഗോവയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതിന് ഇവിടെ വെച്ചിരിക്കുന്നത് 1562 സംശയമുണ്ട്. 16-ാം നൂറ്റാണ്ടാണ്. ഇപ്പോഴും അത് വർഷം കഴിഞ്ഞു. ഭയങ്കര അത്ഭുതമാണ്. കാണാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുന്നത്. അല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചു ഒരു ടിക്കറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് അടുത്തൊരു ബസ് കൂടി ഉണ്ടെന്ന് പറഞ്ഞു, ടിക്കറ്റ് കിട്ടി. അപ്പം പിള്ളേർ 20-ാം തീയതി വരെ ഉണ്ടായിരിക്കുമ്പോൾ വന്ന് പുണ്യാളിനെ കണ്ട് പ്രാർത്ഥിച്ചൊന്ന് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കൂടെ ഇവർക്കും ടിക്കറ്റ് ഇവർ അന്വേഷിച്ചു. ലാസ്റ്റ് 2 സീറ്റ് ഇവർക്കും കിട്ടിയപ്പോൾ അത് പ്രതീക്ഷിക്കാത്ത ഒരു അനുഗ്രഹങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് പെട്ടെന്ന് ഒന്നിച്ചിങ്ങോട്ട് വരാനും ചെയ്യാനും. രാവിലെ പറഞ്ഞപ്പോൾ തിരക്കായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയിട്ട് ലേറ്റ് ആയപ്പോൾ സൗകര്യമായിട്ട് പോകുന്നു. വെയിലില്ലാതെ ഉച്ചരിഞ്ഞ് തിരക്കില്ലാതെ കാണാനൊക്കെ ഒരു ദൈവം സഹായിച്ചു. പുണ്യാളിനെ കണ്ടപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസാണ് തോന്നുന്നത്. കാരണം ഇത്ര അത്ഭുതം നടന്നത് നമ്മുടെ നാട്ടിലുണ്ടായിട്ട് നമ്മളത് കണ്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ യൂറോപ്പിൽ പോകണു, അവിടെ പോകണു. പക്ഷേ ഇവിടെ നല്ലൊരു അങ്ങനെ ഒരു പുണ്യാളിനുണ്ടായിട്ട് കാണാൻ പറ്റിയില്ല. 10 വർഷത്തിലല്ലേ ഒരിക്കലല്ലേ നമുക്ക് ഇത്ര അടുത്ത് കാണാൻ പറ്റുള്ളൂ. വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കോട്ടയം അതിരൂപതയിലെ ബഹുമാനപ്പെട്ട ഫാദർ സിറിയക് മറ്റത്തിലച്ചനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി മലയാളികളായിട്ടുള്ള വിശ്വാസി സമൂഹമാണ് ഇപ്പോൾ സെൻറ്റ് ഫ്രാൻസിസ് സേവ്യറുടെ ഒരു ഭൗതിക ശരീരം കാണുവാനും വണങ്ങുന്നതിനും വേണ്ടി ഇവിടേക്ക് ഗോവയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ നേതൃത്വത്തിൽ അച്ഛൻ്റെ ഇടവകയിൽ നിന്നും വലിയൊരു സമൂഹം തന്നെ, ഇടവക വിശ്വാസികളുടെ വലിയൊരു സമൂഹം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴുള്ള അച്ഛൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അച്ഛനിൽ നിന്ന് ചോദിച്ചറിയാം. അച്ഛാ, സ്വാഗതം. നമുക്കറിയാം നിരവധി വിശ്വാസികളാണ്, വലിയൊരു ഒഴുക്ക് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, ലക്ഷക്കണക്കിന് വിശ്വാസികൾ. അപ്പോൾ അച്ഛൻ്റെ ഇടവകയിൽ നിന്നും വിശ്വാസികളുമായിട്ട് അച്ഛൻ ഇവിടെ എത്തിയിരിക്കുകയാണ് തീർത്ഥാടനത്തിന്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ അച്ഛനുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. കോട്ടയം തിരുവതയിലെ മറ്റക്കര മണ്ണൂർ പള്ളിയിൽ നിന്നും കൂടല്ലൂർ സെൻറ്റ് മേരീസ് പള്ളിയിൽ നിന്നും 50 യാത്രക്കാരുമായിട്ട് തീർത്ഥാടനത്തിനായിട്ട് ഗോവയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുശരീരം വണങ്ങുവാൻ 10 വർഷത്തിലൊരിക്കൽ പൂജ്യമായ തിരുശരീരം ദേവാലയത്തിൻ്റെ മധ്യഭാഗത്ത് എടുത്ത് നമുക്ക് ഓരോരുത്തർക്കും കാണുവാൻ ഭവ്യത്തിലൂടെ വണങ്ങുവാനുള്ള അവസരമുണ്ട്. നീണ്ട ക്യൂ, വളരെ അടുക്കും ചിട്ടയുമായിട്ട് ഭക്തിസാന്ദ്രമായിട്ട് ഒരു നല്ല അനുഭവം തന്നെയാണ്. ഈ അവസരത്തിൽ ഷെക്കീന ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവിധ ദൈവാനുഗ്രഹവും. നമുക്കറിയാം ഭാരതത്തിൻ്റെ 2ാമത്തെ അപ്പസ്തോലൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏകദേശം 450 വർഷം ഈ ഭൗതിക ശരീരം യാതൊരു കേടുമില്ലാതെ ഇന്നും നിലകൊള്ളുന്നു എന്നുള്ളത് ഒരു വലിയ അത്ഭുതത്തിൻ്റെ അടയാളമാണ്, ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. വളരെയധികം നാനാജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാർ ഈ ദേവാലയത്തിൽ വരികയും ഈ വിശുദ്ധൻ്റെ ഭൗതിക ശരീരം വണങ്ങി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മാധ്യസ്ഥം വഴി നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും സംരക്ഷിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ദൈവാനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. പാലായിൽ നിന്നുള്ള ജോസഫേട്ടനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ 7 വർഷമായിട്ട് ചേട്ടൻ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും നിരവധി പേരെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ ഒരു തീർത്ഥാടന ദേവാലയത്തിൽ, പ്രത്യേകിച്ച് ബോം ജീസസ് ബസിലിക്കയിലേക്കും കത്തീഡ്രലിലേക്കും ഒക്കെ കൊണ്ടുവരുന്ന ഒരു ചേട്ടനാണ് ജോസഫേട്ടൻ. പാല സ്വദേശിയാണ്. ഇന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് അനേക ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഈ കത്തീഡ്രലിലേക്കും ബോം ജീസസ് ബസിലിക്കയിലേക്കും ഗോവയിലേക്കും ഒക്കെ ഒഴുകിയെത്തുമ്പോൾ ചേട്ടൻ്റെ ആ ഒരു മിഷൻ എക്സ്പീരിയൻസ്, ആ ഒരു ശുശ്രൂഷയിലൂടെ ചേട്ടൻ ലഭിച്ച ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചേട്ടനിൽ നിന്ന് ചോദിച്ചറിയാം. ചേട്ടാ, സ്വാഗതം. കഴിഞ്ഞ 7 വർഷമായിട്ടല്ലേ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക്, ഗോവയിലേക്ക് ചേട്ടൻ വിശ്വാസികളെ കൊണ്ടുവരികയാണ്. എന്തായിരുന്നു അതിന് പ്രേരിപ്പിച്ചൊരു ചേതവുകാരൻ എന്തായിരുന്നു?
ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഫ്രാൻസിസ് സേവ്യറിൻ്റെ ശക്തമായ മാധ്യസ്ഥം ഞാനെപ്പോഴും യാചിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ. ഞാൻ അവിടെ പള്ളികളിൽ പോവും, അവരോട് കാര്യങ്ങൾ വിശദീകരിക്കും. അപ്പോൾ അവിടുന്ന് ആ വികാരിച്ചന്മാരെല്ലാം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവർ അവിടുന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കും. അത് ഒരു ചെറിയ ഒന്നുമില്ല, എല്ലാം നല്ല രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ അവർക്കൊരു ബാധ്യതയും ഭാരവും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ആളുകളെ അവിടുന്ന് പ്രാർത്ഥന. ഞാനൊരു ഗ്രൂപ്പ് ഇടുമ്പോൾ തന്നെയും എല്ലാ ദിവസവും ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടാകും. ആ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ആണ് ഈ ഗ്രൂപ്പ് പോരുന്നത്. അപ്പോൾ അവരൊരു ആത്മീയ ചൈതന്യത്തിലാണ് വരുന്നത്. എൻ്റെ അനുഭവത്തിൽ ഇവിടെ വന്ന് പോയൊരു അനേകർ എന്നോട് വിളിച്ചു പറയാറുണ്ട്. അവർക്ക് സൗഖ്യങ്ങൾ ലഭിച്ചതായിട്ടും ജോലി ലഭിച്ചതായിട്ടും അതേപോലെയുള്ള ജീവിത പ്രശ്നങ്ങളിൽ നിന്നും ഒത്തിരി അസ്വസ്ഥതകളിൽ നിന്നുമൊക്കെ അവർ മോചനം പ്രാപിച്ച് ഫ്രാൻസിസ് സേവ്യർ ശക്തമായൊരു മാധ്യസ്ഥ അവർ യാചിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടെന്ന് അത് എനിക്ക് കൂടുതൽ പ്രചോദനമായിരുന്നു അനേകരെ കണ്ടെത്തുവാനും. കഴിഞ്ഞ 10 ദിവസം മുമ്പ് ഞാൻ വന്നിരുന്നു. എനിക്ക് അടുത്ത മാസം 2 പേരൊക്കെ കൊണ്ടുവരാനുണ്ട്. അതിന് അടുത്ത മാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ടൊരു ശുശ്രൂഷ രീതിയിൽ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ഒരു പ്രാർത്ഥനയിലാണ് ചെയ്യുന്നത്, ഒരു മറ്റുള്ള രീതിയിലല്ല. അപ്പം ഷെക്കിന ന്യൂസ് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോൾ ഒരു ദൈവമഹത്വത്തിനായിട്ട് എനിക്കത് വെളിപ്പെടുത്താൻ സാധിച്ചത് ഞാൻ നന്ദി പറയുന്നു. ഫ്രാൻസിസ് സേവ്യറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളിലൂടെ എല്ലാവർക്കും ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഗോവയിൽ നിന്നുള്ള ഒരു കുടുംബമാണിപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. മിസ്റ്റർ ബെർണാഡ് ആൻഡ് മിസ് ഡൊറോത്തി. അവരിവിടെ ഈ ഫ്രാൻസിസ് സേവ്യറുടെ ഈ എക്സ്പോസിഷൻ, ആ ഒരു എക്സ്പോസിഷനിൽ പങ്കെടുത്ത് വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഗോവൻ സ്വദേശികളാണ് അവർ. നമുക്ക് ഗോവയുടെ ഒരു ട്രഡീഷണൽ ക്രിസ്ത്യൻ കൾച്ചർ, ഒപ്പം തന്നെ ഫ്രാൻസിസ് സേവ്യർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഗോവക്കാരുടെ ഒരു ആത്മീയ ജീവിതത്തിൽ, ഒപ്പം ഗോവയുടെ തനതായിട്ടുള്ള ക്രിസ്മസ് സെലിബ്രേഷൻസ്, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ കുടുംബത്തിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയാം. ഹായ്, വെൽക്കം. ഫസ്റ്റ് ഓഫ് ഓൾ, ക്യാൻ യു ഷെയർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി ക്രിസ്മസ് സീസൺ ഇൻ ദി ലൈഫ് ഓഫ് ദി ഗോവൻ പീപ്പിൾ? Yeah, to be very honest, Goa is a very good place to be during Christmas. Like Kerala and a few other northeastern states, Goa celebrates Christmas with a lot of festivity, with a lot of happiness, and it's like everywhere you go into Goa, the houses are decorated. And this year it's another double celebration because of St. Francis Xavier's exposition, and this will go on till the 4th of January. It began on the 21st of November, and this exposition takes place once in 10 years. And we are very, very grateful that even the government of India has now taken this as a great architectural important place, and they have also encouraged a lot of Indians to come here. We have a lot of people, and this year has been very systematic. Everything, if you see, it's done in a very traditional way. We expected the Pope to be here, but unfortunately that didn't happen. But anyway, God is great. Like Kerala, Goa is also a beautiful place to be during Christmas. ഗോവയിലെ ഈ ഒരു തീർത്ഥാടന കാലത്തെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത് സെൽഫ്ലെസ്സായിട്ട്, വളരെ എനർജറ്റിക്കായിട്ട് ഇവിടെ സർവീസ് ചെയ്യുന്ന, വോളണ്ടറി ആയിട്ട് ഇവിടെ സർവീസ് ചെയ്യുന്ന യൂത്തും ഒപ്പം തന്നെ ആത്മായ ശുശ്രൂഷകരുമാണ്. നമുക്ക് അവരിൽ നിന്ന് ചോദിച്ചറിയാം. അവരുടെ സമയവും ആരോഗ്യവും ഒക്കെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് അവർ കൊടുക്കുകയാണ്. നമുക്ക് അവരിൽ നിന്ന് അവരുടെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചറിയാം. ഹൈ, ഇറ്റ്സ് എ റിയലി ഇൻസ്പയറിംഗ് ടു നോ യുവർ സെൽഫ്ലെസ് സർവീസ് ഹിയർ അറ്റ് ദി Pilgrim Center. So what inspires you to do this voluntary service for the church? So basically we are from this parish itself, and it gives us motivation to do this, like seeing people walk from so far, seeing them many of them are crying, you can see them cry. They have so much faith in them that they are not giving up on them, and whatever they're asking, they have that faith that it's going to be true. And we as youth, we are so lucky that we are getting the opportunity to be a part of this exposition, the 18th exposition, where many of them are willing to be a part of this volunteering. So this is a great experience for us also. It's a kind of evangelization, right, from your part? Yes. So basically I am enjoying my part over here, because we are inside also, we are outside also. It's not like some duty is given for us. We are not just doing that. Okay. We are doing we are adjusting everyone's duty, and we are doing everyone's duty. In spite of the time, in spite of your health, you are dedicating we are your service. Even we are staying midnight over here. We have to stay midnight also. We stay midnight also, and we do our work very thoroughly and nicely. We enjoy doing it. It's not that we think it's a duty given for us. It's a we service. do it. We do it within, like with the love of Jesus. We do. ലോകത്തിന് തന്നെ ഒരു അത്ഭുതമായി മാറുകയാണ് ഇന്ന് ഗോവയിലേക്ക് ഒഴുകുന്ന ഈ ഒരു തീർത്ഥാടക പ്രവാഹം. മരിച്ച് ഏകദേശം 500ഓളം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ശരീരം അഴുകാതെ നിൽക്കുന്നു എന്ന് പറയുന്നത്, അത് ശാസ്ത്ര ലോകത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു മിസ്റ്ററിയാണ്. പക്ഷേ
ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. വിശുദ്ധ ജീവിതത്തിന്, വിശുദ്ധിക്ക് ദൈവം നൽകുന്ന ഒരു ആദരവിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഇന്ന് ഗോവയിലെ സേ കത്തീഡ്രലിൽ പൊതുവണക്കത്തിനായി പ്രദർശിപ്പിച്ചിരിക്കുന്ന ഭാരതത്തിൻ്റെ 2ാം അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ ഈ ഭൗതിക ശരീരം. ഈ ഭൗതിക ശരീരം കണ്ട് വണങ്ങി തിരിച്ചു വരുന്ന ഓരോ തീർത്ഥാടകനിലും വളരെ വലിയൊരു ആത്മീയ സംതൃപ്തിയാണ് പല തീർത്ഥാടകരും പങ്കുവച്ചത്. വലിയൊരു ആത്മീയ സന്തോഷം അനുഭവിക്കാൻ സാധിച്ചുവെന്ന് അവർ പറയുകയുണ്ടായി. ഒപ്പം തന്നെ വിശുദ്ധൻ്റെ മാധ്യസ്ഥത്തിലൂടെ കർത്താവിലേക്ക് കൂടുതൽ അടുക്കുവാൻ, വിശുദ്ധനിലൂടെ ഈശോയിലേക്ക് എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുവാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ തുടർന്നുള്ള ജീവിതം നയിക്കുവാനുള്ള ഉറച്ച തീരുമാനമെടുത്തിട്ടാണ് പലരും ഈ സേ കത്തീഡ്രൽ അങ്കണത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. തീർത്ഥാടക പ്രവാഹം അണമുറിയാതെ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വരുന്ന ജനുവരി 5-ാം തീയതി വരെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ ഈ ഒരു ഭൗതിക ശരീരം പൊതുവണക്കത്തിനായിട്ട് ഈ സേ കത്തീഡ്രലിൽ സൂക്ഷിക്കും. അതിനുശേഷം ഇനി 10 വർഷത്തോളം കാത്തിരിക്കണം. 2034 മഹാജൂബിലി വർഷമായ 2033 ശേഷം 2034 വരെ കാത്തിരിക്കണം ഇത്തരമൊരു അസുലഭ അവസരത്തിനായിട്ട്. തീർച്ചയായും ഇനിയും ഗോവയിലേക്ക് വിശുദ്ധൻ്റെ ഈ ഒരു സന്നിധിയിലേക്ക്, വിശുദ്ധൻ്റെ ഈ ഒരു ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന ഈ സേ കത്തീഡ്രലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തവർ തീർച്ചയായിട്ടും അവർക്കും എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിശുദ്ധൻ്റെ ജീവിതം അനേകർക്ക് ഒരു മാതൃകയാകട്ടെ. കർത്താവിന് വേണ്ടി തീക്ഷ്ണതയോടെ കത്തി ജ്വലിക്കുന്ന ആത്മാക്കളായി തീരുവാനുള്ള ഒരു ഉറച്ച ഒരു പ്രേരണ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ ജീവിതത്തിലൂടെ അനേകർക്ക് ലഭിക്കട്ടെ എന്ന ആശംസയുമായി ഗോവയിലെ സേ കത്തീഡ്രൽ അങ്കണത്തിൽ നിന്നും ക്യാമറമാൻ സിയോനോടൊപ്പം ജോർജി ജോസ്, ഷെക്കേന ന്യൂസ്.